ആധാർ നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കാൻ ഒരുങ്ങുകയാണ് യൂണിക് ഐഡന്റിറ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ. വ്യാജ ആധാർ, UIDAI നമ്പറുകൾ എന്നിവയിലൂടെയുള്ള തട്ടിപ്പുകൾ കൂടുന്ന സാഹചര്യത്തിലാണ് നീക്കം. ജനന തീയതികളും വിരലടയാളം, ഐറിസ് സ്കാൻ തുടങ്ങിയ ബയോമെട്രിക് വിശദാംശങ്ങളും ഇടയ്ക്കിടെ മാറ്റുന്നത് ഇനി നടക്കില്ല. ജനന തീയതിയിൽ മാറ്റം വരുത്തേണ്ടി വന്നാൽ ആദ്യം യഥാർത്ഥ ജനന സർട്ടിഫിക്കറ്റിൽ മാറ്റം വരുത്തേണ്ടി വരും. അതായത് മറ്റു സർക്കാർ ഡാറ്റാബേസുകളുമായി ഒത്തുനോക്കി വിവരങ്ങൾ നേരിട്ട് പരിശോധിച്ചു മാത്രമാകും ആധാറിൽ മാറ്റങ്ങൾ അനുവദിക്കുക. ഇത്തരത്തിൽ വ്യാജ ഫോട്ടോകളും തെറ്റായ ബയോമെട്രിക് ഡേറ്റയും കണ്ടെത്തി നീക്കം ചെയ്യുന്നതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകളും ഉപയോഗപ്പെടുത്തുമെന്ന് UIDAI പറയുന്നു. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 35 സംസ്ഥാനങ്ങളിലെ പ്രധാന ഡേറ്റാബേസുകളിലേക്ക് നേരിട്ട് പ്രവേശനം നേടിയിട്ടുണ്ട്. പാൻ കാർഡുകൾ, CBSE മാർക്ക് ഷീറ്റുകൾ, MGNRE-GA രേഖകൾ തുടങ്ങിയവയൊക്കെ നേരിട്ടാണ് ലിങ്ക് ചെയ്യുന്നത്. അത്തരത്തിൽ കൂടുതൽ രേഖകൾ ലിങ്ക് ചെയ്യാനുള്ള ശ്രമങ്ങളിലാണ്. ഇതിനൊപ്പം ആധാർ അപേക്ഷ പൂർണ്ണമായും ഓൺലൈനാക്കാനുള്ള ശ്രമവും നടക്കുന്നു. സ്കൂളുകൾ വഴി നേരിട്ട് കുട്ടികളുടെ ബയോമെട്രിക് അപ്ഡേറ്റുകൾ ഘട്ടം ഘട്ടമായി ആരംഭിക്കാനുള്ള പദ്ധതി 2 മാസത്തിനുള്ളിൽ ആരംഭിച്ചേക്കും. നിലവിൽ 5 വയസ്സിന് മുകളിലുള്ള 7 കോടി കുട്ടികളുടെ അപ്ഡേഷൻ ചെയ്യാനുണ്ട്. ഓരോ ജില്ലയ്ക്കും ബയോമെട്രിക് മെഷീനുകൾ നൽകി വിവിധ സ്കൂളുകളിൽ റൊട്ടേഷൻ അടിസ്ഥാനത്തിലാവും ഇവ പ്രയോജനപ്പെടുത്തുക. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ബയോമെട്രിക് അപ്ഡേഷനുകൾ ഇല്ലാതെയാണ് നിലവിൽ ആധാർ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇനി കൂടുതൽ കർശനമായ നീക്കങ്ങൾ പ്രതീക്ഷിക്കാം.